ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ദിവസത്തെ കീറ്റോ മീൽ പ്ലാൻ ആണ്. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് കീറ്റോ ഡയറ്റ് ആണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഡേ 1 കീറ്റോ മീൽ പ്ലാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മെനു എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിച്ചത് ബട്ടർ കോഫിയും 2 ബോയിൽ ചെയ്ത മുട്ടയുമാണ്. ബട്ടർ കോഫിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ബോയിൽ ചെയ്ത മുട്ടയിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. മുട്ട പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ബുൾസൈ ആയിട്ടോ ഓംലേറ്റ് ആയിട്ടോ കഴിക്കാവുന്നതാണ്. ഇനി മുട്ട വേണ്ടെങ്കിൽ കുറച്ച് നട്ട്സും ബട്ടർ കോഫിയും കൂടെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം 4 ലിറ്റർ വരെ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ 1 ലിറ്റർ നാരങ്ങ വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. ഉപ്പിട്ട് നാരങ്ങ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ നാരങ്ങ വെള്ളത്തിന് പൊടിയുപ്പാണ് എടുത്തിട്ടുള്ളത്. കല്ലുപ്പാണെങ്കിൽ അതാണ് നല്ലത്. ഇനി ലഞ്ചിന് ഞാൻ തയ്യാറാക്കിയത് ഫിഷ് ഫ്രൈയും കോവയ്ക്ക മെഴുക്കുവരട്ടിയതുമാണ്. കോവയ്ക്ക മെഴുക്കുവരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് സവാള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോവയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇളം കോവയ്ക്ക കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. കോവയ്ക്കയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കോവയ്ക്ക പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോവയ്ക്ക ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത്രയും കോവയ്ക്കയാണ് നമ്മൾ കഴിക്കുന്നത്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇതിന് മുമ്പ് ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരുംജീരകപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങാനീരും ഒക്കെ ചേർത്ത് പുരട്ടി വെച്ചിരുന്ന മീനാണ്. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ 2 സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെസിപ്പി. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലഞ്ചാണ്. ഇനി 4 മണിക്ക് ചായയുടെ സമയമാണ്. ആ സമയത്ത് ഞാൻ ഇന്ന് കുടിക്കുന്നത് ബ്ലാക്ക് ടീ ആണ്. അതിൻ്റെ കൂടെ സ്നാക്കായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങാക്കൊത്തും അതിൻ്റെ കൂടെ കുറച്ച് ബദാമുമാണ്. ഇടയ്ക്ക് സ്നാക്സിൻ്റെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ കഴിക്കുന്നത് ഒരു ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ പകുതിയാണ്. ഒരാൾക്ക് ഒരു ദിവസം പകുതി ഗ്രേപ്പ് ഫ്രൂട്ട് വരെ കഴിക്കാവുന്നതാണ്. ഈ ഗ്രേപ്പ് ഫ്രൂട്ടിന് ചെറിയ കവർപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് തൂക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഡിന്നറിന് ഞാൻ തയ്യാറാക്കിയത് മഷ്റൂം സൂപ്പാണ്. ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 250 ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. മഷ്റൂം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് മഷ്റൂം നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 1/2 കപ്പോളം നമുക്ക് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കാം. അത് കൈകൊണ്ടൊന്ന് പൊടിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മഷ്റൂമിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താണ് ഞാനിത് അരച്ചെടുത്തത്. ഇതും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബിൽ കുറച്ച് ഉപ്പുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഈ സൂപ്പിൻ്റെ കൂടെ എന്തെങ്കിലും സാലഡ് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.